ഞാൻ ആഡം, ഇറ്റാനിയയുടെ രാജകുമാരൻ, ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവൻ. ഇത് വരിയൻ പുലി, ഒന്നിനും പേടിക്കാത്ത എന്റെ സുഹൃത്ത്. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി എന്നാൽ എന്റെ ഈ വാളെടുത്ത് ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി, എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. വരിയൻ പുലി ബലശാലിയായ ഒരു ഉഗ്രൻ പുലിയായി മാറി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ വീരൻ. ഈ രഹസ്യം ഇനി 3 പേർക്ക് മാത്രമേ അറിയാവൂ. അവരും എന്റെ കൂടെ ചേർന്ന് ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ദുഷ്ടശക്തിയുള്ള അസ്ഥികൂടനിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയെ കാത്തുസൂക്ഷിക്കുന്നു. ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണ്, ഇവിടെ വന്ന് കുടുങ്ങിയതാണ്. ഞാൻ കൊടുങ്കാറ്റിൽ കുടുങ്ങിപ്പോയി, നിയന്ത്രണ ശക്തി നഷ്ടപ്പെട്ടു. എന്നെ ആരെങ്കിലും രക്ഷിക്കണം. ഇനി മറ്റൊരു വഴിയുമില്ലെന്ന് തോന്നുന്നു. ഞാൻ സ്വയം ശ്രമിച്ച് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണം. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടു പോയല്ലോ. എന്നെ ആരും സഹായിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകും. ഇവിടെ ഏതോ ഗ്രഹമുണ്ടെന്ന് ഈ ഇൻഡിക്കേറ്റർ കാണിക്കുന്നല്ലോ. അവിടെ എന്താ സ്ഥിതിയെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും പരിശ്രമിച്ച് ഇവിടെ നിന്ന് താഴെ ഇറങ്ങണം. ശ്രമിച്ചു നോക്കാം. ഓ, ഇങ്ങനെയാണോ നിങ്ങൾ ഇറ്റാനിയ രാജ്യത്തേക്ക് വന്നിറങ്ങിയത്? അതെ, ഇന്നും ആ ഓർമ്മകൾ എന്റെ മനസ്സിൽ മായാതെയുണ്ട്. ഈ ഉപകരണത്തിന് ഞാൻ വീരയോടാണ് നന്ദി പറയേണ്ടത്. സാമർഥ്യശാലിയായ ഒരു പൈലറ്റ് ആയിരുന്നു അല്ലേ നിങ്ങള്? അതൊക്കെ കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ലേ. അല്ല, അന്ന് ഭൂമി കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നിനക്ക് വളരെ ബോറാകും. അപ്പോൾ ഇങ്ങനത്തെ പുലികളുമില്ല, മാന്ത്രിക കോട്ടകളുമില്ല. അപ്പോൾ ശുദ്ധിയും ശാന്തരായ മനുഷ്യരും ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിപ്പോയെന്നുള്ള സങ്കടമാണോ? അതെ, അതിനെന്ത് ചെയ്യാൻ പറ്റും. എന്നാൽ എന്റെ യഥാർത്ഥമായ വീട് ഇറ്റാനിയയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളതിലാണ് എനിക്ക് സന്തോഷം. അതിനേക്കാൾ വലുതായി ഈ ലോകത്തിൽ എനിക്ക് ഒന്നും തന്നെയില്ല. ക്ഷമിക്കണം, രാജകുമാരൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ, അറിയാം ലീലേ. എന്റെ മകൻ അകത്തുണ്ട്, പോയി കണ്ടോളൂ. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ വരാതിരുന്നത്? ഓ, അതാണോ? ഞാനത് വാൾ യുദ്ധത്തിൽ നിങ്ങൾ എന്നെ എങ്ങനെയും ജയിച്ചു കാണിക്കുന്നു പറഞ്ഞിരുന്നില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ? ആ, അതെ അതെ. പക്ഷെ രാവിലെ മുതൽ എനിക്ക് ഭയങ്കര ജോലി തിരക്കായിരുന്നു, അതുകൊണ്ടാ വരാൻ പറ്റും. അങ്ങനെയാണോ? നിങ്ങൾ എന്ത് തിരക്കിലായിരുന്നു എന്ന് ഞാനൊന്ന് കാണട്ടെ. ലീലേ, വേണ്ട. യുദ്ധം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയായിരുന്നല്ലേ? അതെ, എനിക്ക് ഇതൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് വന്നേ. എന്റെ അനുവാദമില്ലാതെ എന്റെ വർക്ക്ഷോപ്പിൽ കയറി ആരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തതല്ല. രാജാവിനും റാണിക്കും ഒരു അത്ഭുത കാര്യം ചെയ്തതാണ്. നീ അത്ഭുതകരമായി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു തവണ ഈ കോട്ടയെ കത്തിക്കാൻ നോക്കിയില്ലേ? ശരി, ഇതെന്താണെന്ന് എന്നോട് പറയൂ. ഇത് വെറും ഒരു പാട്ടുപെട്ടിയാണ്. ഇത് തുറന്നാൽ മനോഹരമായ സംഗീതം കേൾക്കും. ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ നിനക്ക് എവിടുന്നാ കിട്ടിയത്? അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. അതിൽ സ്ഫോടന വസ്തുക്കളാണല്ലോ ഞാൻ വെച്ചിരുന്നത്. ഇത് ഉടനെ തന്നെ പൊട്ടിത്തെറിക്കും.
നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഈ വർക്ക്ഷോപ്പിൽ കയറരുതെന്ന്. എന്റെ വാക്ക് നീ ഒരിക്കലും അനുസരിക്കില്ല അല്ലേ? വീണ്ടും അതേ സ്ഥലത്തേക്ക് പോ. മായൻ എന്ത് ചെയ്തിട്ടാ ഓടുന്നേ? എപ്പോഴും പോലത്തെ കുസൃതി തന്നെ. പുതിയതായിട്ട് എന്തോ കാണിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം വൃത്തികേടാക്കി. നിങ്ങൾ കണ്ടുപിടിച്ച് ഓർമ്മശക്തി ഉണ്ടാക്കുന്ന ഈ യന്ത്രം മഹാറാണിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം. അവര് വളരെ നല്ലവരാണ്. രാജകുമാരന് ഇങ്ങനൊരു അമ്മ കിട്ടിയത് എന്തു ഭാഗ്യമാ. അവരെ കണ്ട ഉടനെ എന്റെ അമ്മയെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എനിക്ക് അറിയാവുന്നിടത്തോളം നിന്റെ അച്ഛൻ ഒരു ധീരനായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഈ ഇട്ടാനിയയുടെ സമാധാനത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ചതാണ്. അതിനുശേഷമാണ് നിന്നെ ഞാൻ എന്റെ മകളായി ദത്തെടുത്തത്. അപ്പൊ എന്റെ അമ്മയാരാ? ആ സത്യം പുറത്തു പറയില്ലെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. അതൊരിക്കൽ നിനക്ക് തീർച്ചയായും അറിയും ലീലേ. അതുവരെ സമാധാനമായിരിക്കും. കുട്ടിക്കാലത്ത് നടന്നൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. എനിക്ക് വീരമിത്രനെ കുറിച്ച് മാത്രമേ അറിയാവൂ. അദ്ദേഹമാണ് എന്റെ ഓർമ്മയിലുള്ളത്. അദ്ദേഹമാണ് എന്നെ വളർത്തിയത്. അത് മാത്രമല്ല, ഒരു പോരാളിക്കുള്ള വിദ്യയും രാജ്യസഭയിൽ എങ്ങനെ നടക്കേണ്ട രീതിയും പഠിപ്പിച്ചു തന്നു. അദ്ദേഹത്തിന്റെ വാത്സല്യവും സ്നേഹവുമാണ് ഞാൻ ഇന്ന് ഈ രീതിയിലെത്തിയത്. പക്ഷെ എന്റെ മാതാപിതാക്കൾ ആരാണെന്ന് ഇനിയും എനിക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ. എന്താ ലീലേ വല്ലാണ്ടിരിക്കുന്നത്? വരയൻപുലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല മായൻ, കുട്ടിക്കാലത്ത് നടന്നൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തി നോക്കുകയായിരുന്നു. ഓ, ദുസ്വപ്നങ്ങളാണോ? ചുമ്മാ കളിയാക്കാതെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നടന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ആ ക്രിസ്റ്റൽ കടലിലുള്ള മുത്തശ്ശൻ അറിയാൻ സാധ്യതയുണ്ടല്ലേ? ക്രിസ്റ്റൽ കടലിലെ മുത്തശ്ശനോ? വേണ്ടയില്ലേ, അത് വളരെ ആപത്താണ്. എനിക്ക് എങ്ങനെ അവിടെ പോയേ പറ്റൂ? ആ മുത്തശ്ശന്റെ ഗുഹയ്ക്ക് ചുറ്റും അപകടം പതിയിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകല്ലേ, പറയുന്ന കേക്ക്. വേറൊരു വഴിയും കാണുന്നില്ല. ഞാൻ എവിടെ പോയിരിക്കുകയാണെന്ന് ഇവിടെ ആരോടും പറയണ്ട മായൻ. ഇപ്പൊ അവിടെ പോയി തന്നെ തീരുമെന്നുണ്ടോ? അതെ, സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഏത് ആപത്തിനെയും ഞാൻ നേരിടും. ലീലെ തിരക്ക് പിടിച്ച് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക. അതെ, പക്ഷെ അവളിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. വിഷമിക്കേണ്ട, ലീല സ്വയം സംരക്ഷിച്ചുകൊള്ളും എന്നെനിക്ക് തോന്നുന്നു. അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്തിരിക്കുക. ഒരുപക്ഷെ അവൾക്ക് ക്രിസ്റ്റൽ കടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വരട്ടെ. അതിലെന്താ കുഴപ്പം? എന്ത് ക്രിസ്റ്റൽ കടലിലേക്ക് പോകുന്നു? അയ്യോ, പറഞ്ഞല്ലോ. അവിടെയുള്ള ദുഷ്ടജീവികളെ ഒറ്റയ്ക്ക് നേരിടാൻ അവൾക്ക് കഴിയില്ല. മായൻ, നീ അവളെ തടുത്തു നിർത്തേണ്ടതായിരുന്നു. അല്ല, ഞാൻ എത്രയോ പറഞ്ഞു നോക്കിയിട്ട് കേട്ടില്ല. വരിയമ്പുലി, നമുക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്കെന്ത് വേണമോ അത് ചെയ്തോളൂ. പക്ഷെ എന്നെ വീണ്ടും ഉഗ്രപുലിയാക്കി മാറ്റരുതേ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവർ ആപത്തിലകപ്പെട്ടാൽ നമ്മളാ രക്ഷിക്കേണ്ടത്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. ആശ്ചര്യമായിരിക്കുന്ന കാര്യങ്ങൾ. ആ ലീലെ തനിയെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണത്രേ. അവൾ ക്രിസ്റ്റൽ കടലിനെ നോക്കിയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിന്റെ അധീനതയിലല്ലേ ഉള്ളത്? ശരിയാണ് യജമാനനെ. എനിക്കൊരു സന്ദർഭം തരൂ, ഞാൻ അവളെ നോക്കിക്കോളാം. കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവളെ സംരക്ഷിക്കുന്ന വീരമിത്രനും എനിക്കും തമ്മിൽ പകയുണ്ടായിരുന്നു. അതിന് ഞാനിന്ന് പകരം ചോദിക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ. ഈ സ്ഥലം കണ്ടിട്ട് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാരമില്ല, എന്തായാലും വന്നു. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പോവാം.
രാക്ഷസന്മാരൻ, ഇവരെ കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും. ഇവരെ നശിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രകാശം വേണം. അങ്ങനെ തന്നെ ചെയ്യാം. ഇനി വന്ന ജോലി നമ്മൾ കടലിലെത്തി. എന്റെ അച്ഛൻ, അതെ, നിന്റെ വളർത്തച്ഛൻ പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടുവഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ തോന്നി. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ മാറ്റി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു, ഒരു കഴുകന്റെ ശബ്ദം. കടൽ രാക്ഷസിന്റെ ആളുകൾ ആ കഴുകനെ പിടിക്കാൻ വന്നുകൊണ്ടേയിരുന്നു. നീചനായ കടൽ രാക്ഷസിന് ആ കഴുകനെ ബലി കൊടുക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. ആ കഴുകൻ വിചാരിച്ചാൽ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന്റെ കൂടിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു. അത് രക്ഷിക്കാൻ അത് ശ്രമിച്ചു. അതിനുവേണ്ടി അതിന്റെ ജീവൻ ബലി കൊടുക്കാൻ അത് തയ്യാറായി. കടൽ രാക്ഷസനും ആളുകളും തോറ്റു പിന്മാറി. നിന്റെ അച്ഛനോട് എങ്ങനെയെങ്കിലും പകവീട്ടുമെന്നവർ പറയുമായിരുന്നു. നിന്റെ അച്ഛൻ മല കയറി മേലെ പോയതും കണ്ടത്. അതിനുശേഷം എന്തുണ്ടായി പറയൂ. ഏതോ ഒരു ദുഷ്ടശക്തി ഇങ്ങോട്ട് നീങ്ങി വരുന്നതായി ഞാൻ അറിയുന്നു. ലീനെ, നീ സൂക്ഷിച്ചിരുന്നു. എന്താ ഇത്? ലീലയെ കൊണ്ട് എന്തും നേരിടാനാവുമെന്ന് എനിക്കറിയാം. എങ്കിലും അവൾ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. അവസാനമായി എന്റെ ശത്രു വീരമിത്രനോടുള്ള പക തീർക്കുന്നതിനു വേണ്ടി അയാളുടെ മകളെ ഞാൻ എന്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഒരു പ്രാവശ്യം എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത് പോരെ? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കെട്ടഴിക്കൂ. അതിനുശേഷം ഞാൻ ആരാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാവും. ധൃതിപ്പെടല്ലേ ലീലെ, നിനക്ക് ഞാൻ ഒരു ജോലി വെച്ചിട്ടുണ്ട്. നിന്റെ തലവരെ ഞാൻ മാറ്റാൻ പോവുകയാണ്. അതിന് നീ തയ്യാറായിക്കോളൂ. ഹീമാനും ശൂരപ്പുലിയും ലീലയെ തേടി പോയത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ വേഗം ഇങ്ങോട്ട് വന്നത്. കൃത്യസമയത്ത് തന്നെ ഈ വിവരം അറിയിച്ചതിന് നിനക്ക് വളരെ നന്ദിയുണ്ട്. ലീലയുടെ സംരക്ഷണത്തിന് ഞാൻ ഉടനെ പോയേ പറ്റൂ. ഇതാ ഞാൻ എന്റെ ശക്തി ഉപയോഗിക്കുന്നു. വേഗതയെ കുറിച്ച് ഇവരിൽ നിന്ന് പഠിക്കണം. ലീലേ, നീ എവിടെയാണ്? ക്ഷമിക്ക് ശൂരപ്പുലി. ഓറക്കൽ മൂലം നമുക്കൊരാപത്തും സംഭവിക്കാൻ പോകുന്നില്ല. ഹീമാൻ, നിന്റെ സുഹൃത്ത് ലീല ഇപ്പോൾ അപകടത്തിലാണ്. കടൽ രാക്ഷസന്റെ ആളുകൾ അവളെ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. നീ അത് മണം പിടിച്ച് കണ്ടുപിടിച്ചോ. നമുക്ക് അങ്ങോട്ട് പോകാം, വാ. ഇരുപത് വർഷത്തിലൊരിക്കൽ എല്ലാ നക്ഷത്രങ്ങളും ഒരേ രേഖയിൽ വരുന്നതായിരിക്കും. ആ സമയത്താണ് ബക്കുൾ വെള്ളത്തിന്റെ അടിയിൽ നിന്നും മുകളിലേക്ക് വരുന്നത്. അതിന് ഈ ചുവപ്പ് മുത്തവനെ സഹായിക്കും. ഈ ബക്കുൽ എന്ന് പറയുന്നത് ആരാണ്? എന്നെ എന്തിനാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ഈ ചുവപ്പ് മുത്ത് ആരുടെ അധീനതയിലാണോ ഉള്ളത് അവര് പറയുന്നത് ബക്കുൾ അനുസരിക്കും. ഈ വെള്ളത്തിന്റെ അടിയിലുള്ള ഒരു ഭയങ്കര ജീവിയാണത്. അത് തന്റെ യജമാനു വേണ്ടി എന്തും ചെയ്യും. 20 വർഷത്തിന് മുൻപ് ഞാൻ കൊല്ലേണ്ടിയിരുന്ന ഒരാളെ നിന്റെ അച്ഛൻ രക്ഷിച്ചു. അതുകൊണ്ടാണ് നിന്നെ ഉപയോഗിച്ച് നിന്റെ അച്ഛനോടുള്ള പക ഞാൻ തീർക്കുന്നത്. ബക്കുളിനെ വിളിക്കാൻ പോകുകയാണ്. നിക്ക്, ധൃതി കാണിക്കരുത്. അവൻ ഇങ്ങോട്ട് വരാതെ തടയൂ. ബക്കുളിനെ വരുത്തിക്കാനുള്ള ശക്തി ഇനിയും തീർന്നിട്ടില്ല. ബക്കുൾ, നീ വെള്ളത്തിൽ നിന്നും പുറത്തു വരൂ. ഈ ചുവപ്പ് മുത്ത് വെച്ചിരിക്കുന്ന നിന്റെ യജമാനന്റെ ആജ്ഞ നീ അനുസരിക്കൂ. വേഗം.
ഞാൻ അവനെ നേരിട്ടോളാം ശൂരപ്പുലി. നിനക്ക് ഈ ക്രിസ്റ്റലിന്റെ മുകളിൽ കയറാൻ വളരെ പ്രയാസമായിരിക്കും. നമ്മൾ ഒരു തുരങ്കം തോണ്ടിപ്പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരുന്നു. കാവൽ നിന്നവർക്ക് മതി. നിങ്ങൾ പോയി വിശ്രമിക്കുക. ഇന്നാ ബക്കിൾ, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരാം. പറയുന്ന ജോലി നീ ചെയ്ത് തീർക്ക്. ഇതാ നീലേ, എന്റെ വാൾ ഉപയോഗിച്ചോളൂ. എന്റെ അടുത്ത് അടുക്കരുത് ബക്കുൽ. ആ ചുവന്ന മുത്ത് അവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ രണ്ടുപേരെയും തീർത്തേക്ക്. ഞാൻ നിന്റെ യജമാനാ പറയുന്നത്, അവരെ തീർത്തേക്കണം. അയ്യോ, പോയല്ലോ, ആ മുത്ത് പോയല്ലോ. ഇനി ബക്കുളിനെ നിയന്ത്രിക്കാനാവില്ല. എന്നെ ആരെങ്കിലും രക്ഷിക്കേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ആ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ കുറെ നേരം നിന്ന് കളിച്ചില്ലേ, ഇനി ഇത് വേണ്ട. എന്നെ രക്ഷിച്ചതിന് നന്ദി. പക്ഷേ ഈ ബക്കുളിന്റെ അടുക്കൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ക്രിസ്റ്റൽ ഉടച്ചേ പറ്റി. അടുത്ത 20 വർഷത്തേക്ക് ആ ജന്തുവിന് പുറത്തു വരാൻ പറ്റില്ല. നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തി, പക്ഷെ ഓടാൻ വിടാൻ പാടില്ലായിരുന്നു. എന്ത് ദുഷ്ടശക്തിയാണെങ്കിലും അതിനും ജീവനുണ്ടല്ലോ. ശരി, നമുക്ക് തിരിച്ചു പോകാം. ഒരു നിമിഷം ഹേമാൻ, എനിക്കൊരു ചെറിയ ജോലി കൂടി ബാക്കിയുണ്ട്. പറയൂ മുത്തശ്ശ, വേഗം പറയൂ. എന്റെ അമ്മ ആരാണ്? വീരഭദ്രൻ കടൽ രാക്ഷസന്റെ ആളുകളെ അവിടെ നിന്നും അടിച്ചു വരട്ടി. പിന്നെ അദ്ദേഹം കഴുകന്റെ കൂട്ടിലേക്ക് പോയി. കൂട്ടിനകത്ത് ഒരു ഭംഗിയുള്ള പെൺകുട്ടിയെ കണ്ടു. അത് സാഹസിയുടെ മകൾ. തന്റെ ഭർത്താവ് മരിച്ച ശേഷം ആ കുട്ടിയെ നല്ലൊരു സാഹചര്യത്തിൽ വളർത്താൻ വേണ്ടി ഈ മലയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കടൽ രാക്ഷസന്റെ ആക്രമണത്തിന് ശേഷം ഈ കുട്ടിയെ ഒരു നല്ല ചുറ്റുപാടിൽ വളർത്താൻ കഷ്ടമാണെന്ന് അവൾ മനസ്സിലാക്കി. കുട്ടിയെ കണ്ടതും വീരമിത്രന്റെ മനസ്സുരുകി. ആ കുട്ടിയെ ഭദ്രമായി വളർത്തുമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. ലീലേ, ആ കുട്ടി നീയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മ ആ ഗ്രേസ്കൽ കോട്ടയെ സംരക്ഷിക്കുന്നത് എന്റെ അമ്മ? അതെ, നീ എന്നിലുണ്ടായവളാണ് മോളെ ലീല. നീയും ഒരു ദിവസം എന്നെ പോലെ ഈ ഗ്രേസ്കൽ കോട്ടയെ കാത്തു സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം നീ ഈ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന ആ സന്ദർഭത്തിൽ നീ എന്റെ മകളാണെന്നുള്ള കാര്യം മറന്നുപോകും. ഇവളുടെ ഓർമ്മയിൽ ഉണ്ടാകാൻ പോകുന്നതെല്ലാം സാഹസി എന്ന സ്നേഹമുള്ള ഒരുത്തി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ്. ഇവളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നീ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഹീമാൻ. നീ ഇതാരോടും പറയില്ല എന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. എന്നിൽ നിന്ന് ഈ രഹസ്യം ചോർന്നു പോകില്ല. ഇന്നത്തെ കഥയിൽ ഞാൻ എന്റെ അമ്മയെ തിരക്കി പോയിരുന്നു. ഞാൻ അവരെ കണ്ടുപിടിച്ചു. അതോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി. എന്റെ കുട്ടിക്കാലം തൊട്ടേ എന്നോട് സ്നേഹവും വാത്സല്യവും കാണിച്ച മറ്റൊരാളെ കുറിച്ചും എനിക്കറിയാൻ കഴിഞ്ഞു. എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ അദ്ദേഹത്തെ മറക്കുകയില്ല.